സമയത്ത് വേറെ ഒരു ടീം നരകത്തിലേക്കാണ്. അസ്ഹാബു സഈറാണ്, നരകാവകാശികളാണ്. നരകാവകാശികൾ നല്ല സമാധാനത്തിൽ സ്വർഗത്ത് പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നരകാവകാശികൾ നല്ല റാഹത്തിൽ നടന്നു പോകൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നരകം അതികഠിനമാണ്. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതക്കുന്ന ചിഞ്ചലമാണ് അതിൽ ലഭിക്കുന്നത്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. പിന്ദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. നരകം അതികഠിനമാണ്. സ്വർഗം സന്തോഷമാണെങ്കിൽ അതിനേക്കാൾ കടുപ്പമാണ് നരകമെന്ന് പറയുന്നത്. ആ നരകത്തിൽ സഹിക്കാൻ നമുക്ക് കഴിയില്ല. വെള്ളം വേണമെന്ന് പറയുമ്പോൾ പതപതക്കുന്ന മാഉൻ ഹമീം ചീഞ്ചലമാണ് കിട്ടുക. അതേ സമയത്ത് വിശക്കുന്നെന്ന് പറയുമ്പോൾ മുള്ളുള്ള ഭക്ഷണമാണ് നരകത്തിൽ ഉണ്ടാവുക. ആ മുള്ളുള്ള ഭക്ഷണം തൊണ്ടയ്ക്ക് തറക്കുമ്പോൾ വെള്ളം ചോദിക്കും. വെള്ളം ചോദിച്ചാൽ പതക്കുന്ന വെള്ളമാണ്. ആ വെള്ളം തന്റെ മുഖത്തോടടുപ്പിക്കുമ്പോൾ അതിന്റെ ചൂട് കൊണ്ട് തലച്ചോറ് തലയതാത്തോ, അതിന്റെ തലയുടെ മുടിയങ്ങ് കരിഞ്ഞു പോകുന്നു. മുത്തായ തങ്ങൾ പറഞ്ഞില്ലേ, അബൂ ത്വാലിബാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്നയാള്. വഹുവ മുതനഅലും ബിനഅലൈൻ. അയാൾക്ക് ആകെ 2 ഷൂ മാത്രമേ ധരിക്കേണ്ടതുള്ളൂ. 2 ചെരുപ്പ് മാത്രമേ അണിയേണ്ടതുള്ളൂ. ശരീരത്തിൽ അബൂ ത്വാലിബിന്റെ ശരീരത്തിൽ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തും തീ സ്പർശിക്കുന്ന പരിപാടിയില്ല. തീ കൊണ്ട് പൊള്ളൂല, വേറൊരു സ്ഥലത്തും തീ തൊടൂല. മുത്തായ തങ്ങൾ തടവിയിട്ടുണ്ട്, ചരിത്രം ഞാൻ പറയുന്നില്ല. അത്ര ചെറിയ ശിക്ഷയാണ് അബൂ ത്വാലിബിൻ്റെതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. പക്ഷെ ഈ ശിക്ഷയുടെ കടുപ്പം എന്താണ്? സുബ്ഹാനല്ലാഹ്, യുഗ്ലി മിൻഹുമാ ദിമാഉഹു. ഈ 2 ചെരുപ്പ് ഇടാതിരിക്കാൻ വേണ്ടിട്ട് അബൂ ത്വാലിബിന് പറ്റൂല, ഇട്ടേ പറ്റൂ. ചെരുപ്പ് കാലിലണിയുമ്പോ അതിന്റെ പവർ കൊണ്ട് അടുപ്പത്ത് തീ വെച്ചപ്പോ മേലെയുള്ള ചെമ്പ് തിളച്ചു മറിയുന്നത് പോലെ തലച്ചോറ് ചൂടുകൊണ്ട് പതച്ചു മറിയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ര ഗൗരവമാണ് നരകമെന്ന് പറയുന്നത്. നരകത്ത് കയറിയാൾ അതുകൊണ്ട് തന്നെ മലക്കുകളോട് ഇങ്ങനെ വിളിച്ചു പറയും, യാ മാലിക് ഖദ് നദിജത്ത് മിന്നൽ ജുലൂദ്. മാലിക്കേ, ഞങ്ങളെ തോല് കരിഞ്ഞു പോവുകയാണ്. യാ മാലിക് ഖദ് അസ്ഖല അലൈനൽ ഹദീദ്. ഞങ്ങൾക്ക് ഈ ചങ്ങലയുടെ കനം സഹിക്കാൻ കഴിയുന്നില്ല. യാ മാലിക് ഖദ് ഹഖ അലൈനൽ വഈദ്. കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിയതൊക്കെ ഞങ്ങൾക്ക് കിട്ടിപ്പോയി. അതുകൊണ്ട് യാ മാലിക് യാ മാലിക് അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്. മാലിക്കേ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് പുറത്താക്കി തരുവോ? ഇനി ഒരിക്കലും തിരിച്ചു വരാനിടയില്ലാത്ത നിലക്ക്, അവസരം കിട്ടാത്ത നിലക്ക് ഞങ്ങളെ ഒന്ന് നരകത്തുനിന്ന് പുറത്താക്കി തരുമോ? കരയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷെ മാലിക് അലൈഹിസ്സലാമിന് ഒരു പ്രത്യേകതയുണ്ട്. സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ, ഖിയാമത്ത് നാൾ വരെ ചിരിക്കാത്ത മലക്കാണ് മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിന് അല്ലാഹു തആല ചിരി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റഅഫത്ത് ആ ഖൽബിൽ ഉണ്ടാവൂല. അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. കാരുണ്യം അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര കരഞ്ഞാലും മാലിക് അലൈഹിസ്സലാമിന് റഅഫത്ത് ഉണ്ടാകൂല, കാരുണ്യം വരൂല, നരകത്തുനിന്ന് പുറത്താകൂല. സുബ്ഹാന ജല്ല ജലാലു. അത്ര കടുപ്പമുള്ളല്ലേ നരകമെന്ന് പറയുന്നത്. ആ നരകത്തിലേക്കാണ് മറ്റൊരു ടീം പോകേണ്ടത്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? ഈ നരകത്തിലേക്ക് സ്വർഗത്ത് പോകുന്ന ആള് റാഹത്തിൽ സ്വർഗത്ത് പോകും, നരകത്ത് പോകുന്ന ആള് പോകൂല. അപ്പോഴാണ് ചങ്ങലക്കിട്ട് വലിക്കുന്ന സബാനിയാക്കൾ വരുന്നത്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ.
വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ആളിയാളി കത്തുന്ന ജഹന്നമിന്റെ ആളല് കണ്ട് അടിമകളെല്ലാം മലക്കുകൾ പോലും പേടിച്ചു നിൽക്കുന്ന ദിവസമല്ലേ അത്. ആ ജഹന്നമിലേക്ക് ആളുകൾ പോയി ചാടുമോ? മലക്കുകൾ അവരെ വലിക്കുമ്പോൾ, സബാനിയാക്കൾ വലിക്കുമ്പോ ഈ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ആളില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് മലക്കുകളോട് പറയും, സബാനിയാക്കളെ വലിക്കല്ലേ വലിക്കല്ലേ വലിക്കല്ലേ, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ആ നേതാവ് ഞങ്ങളെ അറിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വരും. അവര് ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പൊ പറയും, ഞങ്ങള് മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, എവിടെയും ബഹുമാനമുള്ള ഉമ്മത്താണ് മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അതേ സമയത്ത് ഈ സബാനിയാക്കള് അവരെ ഗൗരവൊന്ന് കാണേണ്ടത് തന്നെ. ഇവരോട് ചോദിക്കുന്ന നല്ല വിഡ്ഢികളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള 1,24,000 വരുന്ന അംബിയാ മുർസലികളില്ലേ, അവരുടെ അനുയായികൾ മുഴുവനും ആഗ്രഹിച്ചു പോയ ഏറ്റവും വലിയ ഔന്നിത്യമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ അവരെപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്തതാ. കാരണം എന്താണ്? എല്ലാ നബിമാരും ദഅവത്ത് നടത്തുമ്പോൾ ആഖിറുൻ നബിയായ തങ്ങളെ ബഹുമാനം പറയാതെ